ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ കർക്കിടകത്തിലെ പത്തില തോരൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ. അപ്പം ഈ കർക്കിടകത്തിൽ നമ്മൾ ഈ ഇലത്തോരൻ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും ഒക്കെയാണ് ഈ ഔഷധ ഗുണങ്ങളുള്ള ഇലകൾ പണ്ട് മുതലേ പഴയ ആൾക്കാരൊക്കെ കഴിച്ച് പോരുന്നത്. അപ്പോൾ നമുക്ക് മഴ സമയമാകുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ മന്ദഗതിയിലാകും. ഈ സമയത്ത് ശരീരത്തിനാവശ്യമായ വൈറ്റമിനുകളും മിനറലുകളും നൽകി ആരോഗ്യത്തെ നിലനിർത്തുന്നതിനുമാണ് ഈ പത്തിലത്തോരൻ നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇലകൾ എനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇലകളൊക്കെ ഞാൻ ശേഖരിച്ച് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇലകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വേറെ ഒത്തിരി ഇലകൾ പറമ്പിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. എനിക്കിപ്പം കിട്ടിയത് വെച്ചാണ് ഞാൻ ഈ തോരൻ റെഡിയാക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് മൈസൂർ ചീര അഥവാ ഇതിൻ്റെ ഒരു ചെറിയ വേലിച്ചീര എന്നൊക്കെ പറയും, വേലിയിലൊക്കെ ഒരു കമ്പ് ചീരയാണത്. പിന്നെ ചൊറിയണത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അഥവാ കൊടിത്തൂവ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വാതം കഫം രോഗങ്ങളെ ശമിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. കുമ്പളത്തിൻ്റെ ഇലയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. രക്തം ശുദ്ധീകരിക്കാനും ശരീരം തണുപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. കുപ്പച്ചീര അഥവാ സാമ്പാർ ചീര എന്ന് പറയുന്ന ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇരുമ്പിൻ്റെ അംശം നൽകാനും രക്തക്കുറവ് പരിഹരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ തളിരിലയാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കഴിക്കാൻ. പിന്നെ ആണെങ്കിൽ എടുത്തിരിക്കുന്നത് മത്തൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. എ, വൈറ്റമിൻ സി എന്നിവയെല്ലാം മത്തൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലിൻ്റെ തളിരില എടുത്തിട്ടുണ്ട്, പയറില എടുത്തിട്ടുണ്ട്. പയറിലയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. കരളിലെ വീക്കമൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഞാൻ മുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കാന്താരി മുളകിൻ്റെ ഇലയുണ്ടല്ലോ അത്. കാൽസ്യം, ഇരുമ്പ് ഫൈബർ എന്നിവയുടെയൊക്കെ കലവറയാണ് നമ്മുടെ ഈ ചേനയില. അത് ശരീരത്തിന് നമുക്ക് ബലം നൽകാനൊക്കെ നല്ലതാണ്. അതുപോലെ ചേമ്പല എടുത്തിട്ടുണ്ട്. കാൽസ്യവും ഫോസ്ഫറസ് എന്നിവയൊക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രക്രിയയും സുഗമമാക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലുള്ള ഇലകളൊക്കെ കിട്ടിയതൊക്കെ എടുത്താണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയേക്കുന്നത്. തോരന് ചതയ്ക്കാൻ വേണ്ടി അരപ്പിന് വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ ഒരു അരമുറി തേങ്ങ, കുറച്ച് കാന്താരി മുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആണെങ്കിൽ കുറച്ച് സവാള. ഒരു സവാളയാണെങ്കിൽ അത് സ്ലൈസായിട്ട് കീറിയിട്ടേക്കുകയാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർത്താലും മതി. എന്നിട്ടത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചുവനെ ചതച്ചെടുത്തുകൊണ്ട് വന്നതാണ്. വെളുത്തുള്ളി കൂടി ഉണ്ടായിരുന്നേ, ഉപ്പ് പൊടിയും കൂടെ ചേർത്താണ് ചതച്ചെടുത്തുകൊണ്ട് വന്നത്. കറി വെക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പേ വെച്ചു. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒരുവിധം പൊട്ടി വരാറായപ്പോഴത്തേക്ക് 2 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതെല്ലാം മൂത്ത് റെഡിയായി വന്നപ്പോൾ അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചിക്കി തോർത്തി എടുത്ത ശേഷം അതിനകത്തോട്ട് നമ്മൾ ഇല കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇലകളുടെയൊക്കെ എനിക്കറിയാവുന്ന അറിവുകളുമാണ് ഞാൻ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത്. അടച്ചു വെച്ച്
ആവി കയറ്റിയെടുക്കാം. കൂടെ തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതുകൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. ഞാൻ ഉപ്പിടുന്നത് ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ക്ലിപ്പിൽ ഇതിൽ വന്നില്ല കേട്ടോ കൂട്ടുകാരെ. അതുകൊണ്ട് ഉപ്പ് കൂടി ചേർക്കണം. എല്ലാവരും ഉപ്പിടാതെ നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഉപ്പിട്ട ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയി. അപ്പം നമ്മുടെ തോരനൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചൊവ്വിനൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു തോരനാണ് കൂട്ടുകാരെ. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പ്രകൃതി തരുന്ന ഒരു ഇലവർഗ്ഗങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ് കൂട്ടുകാരെ. എല്ലാവർക്കും ശുഭദിനം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.